ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് നമുക്കൊരു ഹോം മെയ്ഡ് അൽഫാം അല്ലെങ്കിൽ ചാർക്കോൾ എങ്ങനെയാണ് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽ വീഡിയോ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. റെസിപ്പി നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് മസാലപ്പൊടികളൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഈ ടൈമിൽ പൊടികൾ കരിഞ്ഞു പോവാതെ നോക്കണം. ജസ്റ്റ് പൊടികളുടെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇത് വേറൊരു പ്ലേറ്റിലിട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കണം. ഞാനൊരു 8 അല്ലി ചുവന്ന ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ചെറിയൊരു പീസ് സവോള, 2 ടീസ്പൂൺ തൈര്, എരിവിനാവശ്യമായ പച്ചമുളക്, 2 ടീസ്പൂൺ ഒലീവ് ഓയിൽ, അതേപോലെ 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്. നിങ്ങളുടെ കയ്യിൽ ലെമൺ ജ്യൂസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിനേഗർ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4-5 അല്ലി വെളുത്തുള്ളി. എൻ്റെ കയ്യിൽ ഓൾറെഡി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടായിരുന്നു, അപ്പം ഞാൻ 2 1 ടീസ്പൂൺ വെച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനിൽ വെള്ളമൊക്കെ നന്നായിട്ട് ഒപ്പിയെടുക്കണം. ഞാനൊരു ടിഷ്യൂ വെച്ചിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് ഒപ്പിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ച മസാല ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇനി ഒരു 4-5 മണിക്കൂർ മസ്റ്റായിട്ടും ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഈ പ്രോസസ്സ് ഇതിൽ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഇതാണ് ചിക്കൻ്റെ ഒരു ജ്യൂസി ആൻഡ് ടേസ്റ്റി ആക്കുന്നൊരു മെത്തേഡ്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു ഷാലോ ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ, ഒരുപാട് ഓയിലൊന്നും വേണ്ട. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടാൽ മതി. ഫ്ലെയിം അധികമായിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. ഇനി ഞാനിവിടെ കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കൻ്റെ 2 ഭാഗത്തുമായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ബട്ടർ ഒരു ഭാഗത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ തിരിച്ചിട്ടിട്ട് മറ്റേ ഭാഗത്തും ഒന്ന് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ ബട്ടർ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ചിക്കനിൽ നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. ഇനി നമുക്കിത് തിരിച്ചു മറിച്ചു വിട്ടിട്ട് 2 സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ടൈമിൽ ഞാനൊരു ചാർക്കോൾ അവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ മന്തിക്കൊക്കെ ചെയ്യുമല്ലോ, അതേപോലെ ജസ്റ്റ് ഒന്ന് പുക ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്മെല്ലും ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ